ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് താലി പിരിച്ചു കോർക്കൽ ചടങ്ങിന് നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ വന്നില്ലല്ലോ, അതിന് ഒരു റീസൺ എന്നതുപോലെ അച്ഛനെ മലേഷ്യയിൽ നിന്ന് ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടിയിട്ട് 48 ദിവസം വ്രതം എടുപ്പിക്കാണ് കേട്ടോ നമ്മുടെ ശ്രുതിയെ കൊണ്ട്. അമ്പലത്തിൽ പോയിട്ട് ഒരുപാട് ചടങ്ങുകളൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്. ആകെ ക്ഷീണിച്ച് അവശതയാവാണ് നമ്മുടെ ശ്രുതി കേട്ടോ ചെയ്യുന്നത്. ആ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐക്കാട്ടിലും അതുപോലെ പിൻ കമന്റായിട്ടും കൊടുത്തേക്കാട്ടോ. ബാക്കി വിശേഷങ്ങൾ നോക്കാം. അമ്പലത്തിലെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ശ്രുതി നേരെ ബ്യൂട്ടി പാർലറിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അവിടെ ചെന്ന് മീരയുടെ അടുത്ത് വിശേഷങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോ വീട്ടിൽ നിന്റെ കാര്യത്തിലൊരു തീരുമാനമായല്ലേ എന്നുള്ള കാര്യം മീര ചോദിക്കുന്ന സമയത്ത് വീട്ടില് എപ്പോഴും സച്ചിയാണ് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവൻ എപ്പോ എന്ത് ചെയ്യുന്നുള്ള കാര്യം മനസ്സിലായില്ല. എന്തുകൊണ്ടാണ് സച്ചി ഇങ്ങനെ ആയതെന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അവന് എന്റെ അമ്മായിമ്മയുടെ ഗുണങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. നീ അതിന് നിന്റെ ആന്റിയെ കുറിച്ചിട്ട് ഫുൾ സ്റ്റഡി നടത്തിയതല്ലേ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോ അതെ, മുമ്പൊക്കെ എനിക്ക് ഒരളവിൽ അവളെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. എന്നാൽ എനിക്ക് ഇപ്പൊ അവരുടെ കാര്യം പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. എപ്പം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും കയ്യിൽ ഏലസ് കിട്ടുന്ന കാര്യത്തെക്കുറിച്ചും വ്രതം എടുക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് എന്നെ പെടാപ്പാട് പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ടീ കോഫി പോലും അവരെടുത്ത് ചോദിക്കാതെ കുടിക്കരുതെന്നാണ് പറയുന്നത്. ഇതൊന്നും എന്നെ കൊണ്ട് പറ്റുന്നില്ലടി. എന്തായാലും ഒരു കാര്യം സന്തോഷമുള്ളത് തന്നെയാടി, നിന്റെ അച്ഛൻ ജയിലിലാണെന്നുള്ള കാര്യം അവര് മൊത്തത്തിൽ വിശ്വസിച്ചു. അവർക്ക് ഒരു സംശയവും ഇല്ലല്ലോ. അവര് വിശ്വസിച്ചില്ലെങ്കിൽ ഒരു പക്ഷെ നീ ഭയപ്പെടേണ്ടി വന്നേനെ. ചെറിയ ചെറിയ ആചാരങ്ങളൊക്കെ ചെയ്യാനല്ലേ, അത്രയല്ലേ ഉള്ളൂടി. വ്രതം എടുക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത്. ഡയറ്റ് ആണെന്നുള്ള രീതിയിൽ നീ കുറച്ച് കഴിച്ചാൽ മതി ഭക്ഷണം. നിന്റെ തടിയെങ്കിലും കുറച്ച് കുറയുന്നുള്ള കാര്യം പറയുന്ന സമയത്ത് ശ്രുതി ചോദിക്കുന്നുണ്ട്, തടി കുറയ്ക്കുന്ന കാര്യത്തെക്കുറിച്ച് നീ സംസാരിക്കുന്നു, അതിന് ഞാൻ സ്ലിം ആയിട്ടല്ലേ ഇരിക്കുന്നത്. നീ മീര ഇടയ്ക്ക് കണ്ണാടിയൊക്കെ നോക്കുന്നത് നല്ലതാണെന്ന് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഒരു സ്റ്റാഫ് കൊണ്ടുവന്നിട്ട് ഭക്ഷണം കൊടുക്കുവാണ് മീരയ്ക്ക്. മാഡം നിങ്ങൾ ഓർഡർ ചെയ്തതൊക്കെ വന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ശരി ശരി നീ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് സ്റ്റാഫിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. ഇത്ര നേരമായിട്ട് എന്താ കാണാത്തെന്നുള്ള കാര്യം ചിന്തിച്ചോണ്ടിരിക്കായിരുന്നടി ഞാന്. എന്താടി ഇത് എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോ ഗ്രിൽ ചിക്കൻ ആണടി. അതിനകത്ത് ഒരു ചിക്കൻ പീസ് എടുത്തിട്ട് മണത്ത് നോക്കുന്നുണ്ട് കേട്ടോ. വാസന നല്ല സൂപ്പർ ആയിട്ടുണ്ടടി എന്നുള്ള കാര്യം മീര പറയാണ് ശ്രുതിയുടെ അടുത്ത്. എന്നിട്ട് കടിച്ചു വലിച്ച് തിന്നുന്നുണ്ട്. ഇത് കണ്ടിട്ട് ശ്രുതിക്കാണെങ്കിൽ കൊത്തിയാവുന്നുണ്ട്. ടേസ്റ്റ് ഉണ്ടോ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കാണ് കേട്ടോ. സൂപ്പർ ആയിട്ടുണ്ടടി, എന്നാ എനിക്കൊരു കഷ്ണം താ, തൊട്ടു പോകരുത്. എന്താടി എന്നുള്ള കാര്യം മീരയുടെ അടുത്ത് ശ്രുതി ചോദിക്കുമ്പോ നിന്റെ അച്ഛന് വേണ്ടിയിട്ട് നീ വ്രതത്തിലാണുള്ളത്. പാവം ആ മനുഷ്യൻ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരണ്ടേ. എടി നിന്നെ ഞാൻ കൊന്നുകളയും. ആ കഥയൊക്കെ അവരുടെ മുമ്പിൽ മാത്രമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടടി. എന്റെ അമ്മായിമ്മയാണെങ്കിൽ എന്നെ ഒന്നും കഴിക്കാനും വിടുന്നില്ല. എന്റെ നാവ് തന്നെ ചത്തുപോയ പോലെയുണ്ട്. ഒരു പ്ലീസ് താടി. എന്നിട്ട് എടുക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും കൈ തട്ടുകയാണ് കേട്ടോ. നിന്റെ അച്ഛൻ ജയിലിലില്ലാത്തത് ചിലപ്പോ കള്ളമായിരിക്കും, പക്ഷേ നിന്റെ അമ്മായിമ്മ നേർന്നതുണ്ടല്ലോ അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അതെങ്ങാനും തെറ്റിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദൈവകോപം കിട്ടും. നീ എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുത്തുന്നത്? അതേടി, നീ കാപ്പ് കിട്ടിയിട്ടില്ലേ? നീ ഇതൊന്നും കഴിക്കാൻ വേണ്ടി പാടില്ല. നിന്റെ പ്രശ്നമെല്ലാം റെഡിയാവാൻ വേണ്ടിയിട്ട് ഈ വ്രതത്തെ നീ യൂസ് ചെയ്തോ. ഇപ്പൊ എനിക്കൊരു കാര്യം നല്ലതാണെന്ന് തോന്നുന്നുണ്ട്. കാനഡയില് സുധിക്ക് ജോലി കിട്ടിയല്ലോ. അവൻ പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്കും അവന്റെ കൂടെ പോവാലോ. നീ ശരിക്കും പറയുന്നതാണോടി എന്നുള്ള കാര്യം മീര ചോദിക്കുമ്പോ അതേടി, ഇതിൽ കൂടുതൽ അവരെ സഹിക്കാൻ വേണ്ടി എനിക്ക് പറ്റില്ല. എങ്ങനെങ്കിലും സുധിക്ക് ആ പണം റെഡിയാക്കി കൊടുക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. 14 ലക്ഷത്തിന് വേണ്ടിയിട്ട് എവിടെയാടി പോവാ എന്നുള്ള കാര്യം മീര ചോദിക്കുമ്പോ അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കണം. ഇതിൽ കൂടുതൽ എനിക്ക് എന്റെ അമ്മായിമ്മന്റെ കൂടെ നിൽക്കാൻ വേണ്ടി പറ്റില്ല. എന്നെ വേണമെന്നുണ്ടെങ്കിൽ അവര് പട്ടിണി കിട്ട് കൊന്നുകളയും. ഉടനെ തന്നെ ഇതിന്ന് രക്ഷപ്പെടണം എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് മീര പറയുന്നുണ്ട്, നീ കുറച്ച് അപ്പുറത്തെങ്ങാനും പോയിട്ട് ഇതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്ക്. ഞാൻ എന്തായാലും ഭക്ഷണം കഴിക്കട്ടെ, എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് ദേഷ്യം പിടിച്ച ഒരു അടിയും കൊടുത്തിട്ട് അവിടുന്ന് പോവാണ്. മീരയാണെങ്കിൽ ഇരുന്ന് നന്നായിട്ട് ചിക്കൻ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. തുടർന്ന് രാത്രി നമ്മുടെ ശ്രുതി റൂമിൽ ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. വിശന്നിട്ട് കണ്ണ് കാണാൻ വേണ്ടി പറ്റുന്നില്ല. ഒരു കള്ളം പറഞ്ഞതിന്റെ പേരിൽ ഇത്രയും കഷ്ടപ്പെടണല്ലോ. തുടർന്ന് നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അല്ല ശ്രുതി, നീ എപ്പോഴാ വന്നത്? എന്താ ഇത്ര ഡള്ളായിട്ടിരിക്കുന്നേ? ഞാൻ ടയേർഡാണ് ശ്രുതി. എന്തു പറ്റിയെന്ന് ശ്രുതി ചോദിക്കുമ്പോ അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് എന്നെ അത്രയും പരിഹാരമൊക്കെ ചെയ്യിപ്പിച്ചില്ലേ? ഇത്ര നേരമായിട്ട് ഞാൻ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. കൈയും കാലൊക്കെ ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ട്. ഓ അത്രയല്ലേ ഉള്ളൂ, ഞാനൊന്ന് തിരുമ്പി തരാ എന്ന് പറയാണേ. ഞാൻ കൈയും കാലൊക്കെ പിടിച്ച് തിരുമ്പി തന്നാലുണ്ടല്ലോ എന്നുള്ള കാര്യം പറയുന്നത് ചന്ദ്രമതി അതിലെ പാസ് ചെയ്ത് പോകുമ്പോ കേൾക്കുവാണേ. നിന്റെ കൈവേദന എല്ലാം പോയിക്കോളൂന്ന് പറയാണേ. അപ്പോഴേക്ക് ഓടിച്ചാടി അങ്ങ് ചന്ദ്രമതി ചെല്ലാണ്. ഡാ എന്താടാ ചെയ്യുന്നത്? അമ്മേ, അവളുടെ കൈയും കാലൊക്കെ വേദനിക്കുന്നുണ്ടെന്ന് പറഞ്ഞു, ഒന്ന് തിരുമ്മി കൊടുക്കാന്ന് വിചാരിച്ചെന്ന് പറയുമ്പോഴേക്കും 48 ദിവസം ഇവളുടെ പരിസരത്ത് പോലും നിന്നെ കണ്ടുപോരുത്, പോടാ പുറത്ത് പോടാ എന്ന് പറഞ്ഞിട്ട് തള്ളിവിടുകയാണ് കേട്ടോ റൂമിന്ന്.
അത് കഴിഞ്ഞ് വർഷയാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഫോണും പിടിച്ചിങ്ങനെ വരുന്നുണ്ട്. രേവതി ചേച്ചി, ഞാൻ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി പോവാണ്, ചേച്ചിക്ക് എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുമ്പോൾ എന്തിനാ വർഷയെ പുറത്തുനിന്ന് ഓർഡർ ചെയ്യുന്നത്, ഇതാ ഇപ്പം തന്നെ ഭക്ഷണമൊക്കെ റെഡി ആവില്ലേ ചേച്ചി, അത് പറഞ്ഞ അവൾക്ക് കേൾക്കണ്ടേ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. ചേച്ചി, എനിക്ക് ഫിഷ് കഴിക്കാൻ വേണ്ടി തോന്നുന്നു എന്നുള്ള കാര്യം വർഷ പറയുമ്പോ അത്രയല്ലേ ഉള്ളൂ, ഞാൻ പോയി മേടിച്ചിട്ട് ഉണ്ടാക്കി തരാം എന്ന് പറയുമ്പോ ചേച്ചി എന്തിനാ കഷ്ടപ്പെടുന്നത്, ഞാൻ ഓർഡർ ചെയ്തോളാം. ചന്ദ്രമതി ആണെങ്കിൽ അരികിലേക്ക് ചെന്നിട്ട് വീട്ടില് ഒരാള് വ്രതം എടുക്കുന്ന സമയത്ത് മത്സ്യങ്ങളൊന്നും കഴിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള കാര്യം പറയുകയാണേ. ഓ, വീട്ടിൽ കഴിക്കാൻ വേണ്ടി പാടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ശ്രീകാന്ത് പുറത്ത് പോയിട്ട് കഴിച്ചോളാം, വാ ശ്രീകാന്ത് പോയെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോകുമ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, നിക്ക് ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം പുറത്ത് പോയിട്ട് കഴിക്കുന്നത് ശരീരത്തിന് ഒട്ടും നല്ലതല്ല, നിങ്ങൾക്ക് ഞാൻ നാളത്തേക്ക് ചെയ്തു വെക്കാം, ഇപ്പൊ തന്നെ ഭക്ഷണം റെഡിയാവും, നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് കഴിക്കാം. അപ്പോഴേക്ക് സച്ചിയും അതുപോലെ തന്നെ രവിയും കൂടി അങ്ങോട്ട് കയറി വരുന്നുണ്ടേ. എല്ലാവരും എന്താ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്ക് ശ്രീകാന്ത് പറയുന്നുണ്ട്, ഒന്നുമില്ല സച്ചിയേട്ടാ, വീട്ടിലാരും നോൺ വെജ് കഴിക്കരുത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അമ്മ പറയായിരുന്നു, അത് ശരി തന്നെയാണ്, വീട്ടിലൊരാള് വ്രതം എടുക്കുന്ന സമയത്ത് എങ്ങനെയാ നമ്മൾ മാംസങ്ങളൊക്കെ കഴിക്കുന്നത്. അങ്ങനെ രവി പോയിട്ട് ഇരിക്കുന്നുണ്ട്. അതിന്റെ പുറകെ തന്നെ സോഫയിൽ പോയിട്ട് ഇരിക്കാനുണ്ട് ചന്ദ്രമതി. അപ്പോഴേക്കും ശ്രുതി ഉള്ളിലേക്ക് പോകുമ്പോ കളിയാക്കുന്ന രീതിയിൽ സച്ചി പറയുന്നുണ്ട്, അല്ല പൗഡർ എടുത്ത് ഇന്നെന്താ മുഷിന് തുളി പോലെ ഉണ്ടല്ലോ കാണാൻ വേണ്ടിയിട്ട്, കോവിലിൽ പോയിട്ട് ഉരുണ്ട് പിളഞ്ഞ് ആകെ നാശമായല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ശ്രുതി, ഞാൻ അല്ലെങ്കിൽ തന്നെ ടയേർഡായിട്ട് ഇരിക്കുകയാണ്, എന്റെ അടുത്ത് വെറുതെ സംസാരിക്കാൻ വരരുത് എന്നുള്ള കാര്യം സച്ചിയുടെ അടുത്ത് പറയാൻ വേണ്ടി പറയാണേ. നീ എന്തിനാണ് അവളുടെ അടുത്ത് വമ്പെടുക്കുന്നത് എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ, ഞാൻ എവിടെയാണ് വമ്പെടുത്തത്, എപ്പോഴും തുണിക്കടയിലെ പരസ്യത്തിന് വരുന്ന പെണ്ണുങ്ങളെ പോലെ ഇരിക്കും, ഇന്ന് വീട്ടില് തുടച്ചിട്ടിരിക്കുന്ന തുണിയെ പോലെ ചുളിഞ്ഞിരിക്കുന്നു, അതെന്താന്നുള്ള കാര്യം ചോദിച്ചു, അത്രേ ഉള്ളൂ. ചെയ്തതെല്ലാം നല്ല കഠിനമായിട്ടുള്ള പരിഹാരമാണല്ലോ, ഇതിനകം നിന്റെ അച്ഛൻ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടതാണല്ലോ. ശ്രീകാന്ത്, എന്തായാലും ഇതൊക്കെ കണ്ടു പഠിച്ചോളാൻ വേണ്ടി പറഞ്ഞേക്ക്, നാളെ നിന്റെ അമ്മായിയപ്പൻ ജയിലിൽ പോയാലും നിന്റെ ഭാര്യ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യം പറയുമ്പോഴേക്ക് വർഷം വയ്ക്കുന്നുണ്ടേ. അതിന് എന്റെ അച്ഛൻ എന്തിനാ ജയിലിൽ പോകുന്നത്, അല്ലെങ്കിലും അവരവിടെ തന്നെ നിൽക്കേണ്ട ആളല്ലേ എന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് സച്ചി അവിടെ പോയിരിക്കുന്നുണ്ട്. അപ്പോഴേക്ക് വാട്ട് എന്ന് ചോദിക്കാണ് കേട്ടോ വർഷ. ചുമ്മാ സച്ചേട്ടൻ ഓരോന്ന് പറഞ്ഞിരിക്കാതെ വർഷേ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് രേവതി സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ രവി ചോദിക്കുന്നത്, അമ്പലത്തിൽ പരിഹാരമൊക്കെ ചെയ്തിട്ട് ശ്രുതി ആകെ ടയേർഡായിട്ടിരിക്കും ആയിരിക്കും, അതുകൊണ്ട് അവക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തായിരുന്നോ. ഇത് കേട്ട ഉടനെ തന്നെ ചന്ദ്രമതി, രേവതി, ശ്രുതിക്ക് എന്താണ് ഇഷ്ടം എന്ന് വെച്ചാല് അത് ചെയ്തു കൊടുക്ക്. അയ്യോ അച്ഛ, അമ്പലത്തിൽ നിന്ന് പൂജാരി പറഞ്ഞ കാര്യം അമ്മ മറന്നു പോയി എന്നാണ് തോന്നുന്നത്, പൗഡർ എടുത്ത് വ്രതം എടുക്കുന്ന സമയത്ത് ഉപ്പും പുളിയൊന്നും ഇല്ലാണ്ട് വേണ്ടേ കഴിക്കാൻ വേണ്ടിയിട്ട്, അതും പൗഡർ എടുത്തിയുടെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കി കഴിക്കണമെന്ന് പറഞ്ഞില്ലേ, അവള് തന്നെ ടയേർഡ് അല്ലേടാ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുകയാണേ. എന്ത് ചെയ്യാനാ, അവളുടെ അച്ഛൻ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ അവളത് ചെയ്തല്ലേ പറ്റുള്ളൂ എന്ന് സച്ചി. രേവതി ചെയ്തു കഴിഞ്ഞാൽ രേവതിയുടെ കുടുംബത്തിനാണ് നല്ലത് നടക്കുക, എന്റെ അമ്മയപ്പൻ എന്താ ജയിലിലാണുള്ളത്, പാവം അയാൾ മരിച്ചുപോയില്ലേ എന്ന് പറയണേ സച്ചി. പൗഡർ എടുത്തിയുടെ അച്ഛൻ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ അവര് തന്നെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കഴിക്കണം, എന്നാലല്ലേ അതിനൊരു പവറും പരിഹാരം ഉണ്ടാവുള്ളൂ. ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് തിരിച്ചൊന്നും പറയാനും പറ്റുന്നില്ല. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, ഇന്നൊരു ദിവസത്തേക്ക് ഞാൻ എന്തെങ്കിലും ചെയ്തു കൊടുത്തോട്ടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, രേവതി, നീ അവർക്ക് നല്ലത് ചെയ്തിട്ടില്ലെങ്കിലും ഒരിക്കലും മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യരുതെന്ന് സച്ചി പറയാണേ. പരിഹാരം പാലിക്കാതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും മലേഷ്യ കിടക്കുന്ന ശ്രുതിയുടെ അച്ഛന് പുറത്തേക്ക് വരാൻ വേണ്ടി പറ്റിയില്ലെങ്കിലോ. സച്ചിയുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, രേവതിയെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കരുത്, ശ്രുതിയെ കൊണ്ട് തന്നെ അടുക്കളപ്പണി ചെയ്യിപ്പിക്കണം എന്നുള്ളത് കേട്ടോ. ആ ഉദ്ദേശം മനസ്സിലാക്കിയിട്ട് രവിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നൈസായിട്ട് തല ആട്ടുന്നുണ്ട് കേട്ടോ. തുടർന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്, സച്ചി, നീ എന്തിനാ ഇങ്ങനെ ജോത്സ്യനെ പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, നല്ല കാര്യങ്ങൾ എടുത്തു പറയാൻ വേണ്ടിയിട്ട് സ്വാമിയാരാവേണ്ട കാര്യമൊന്നുമില്ല, സാമാന്യനായാ മതി. അതെന്താ സാമ്രാണി എന്നുള്ള കാര്യം ചോദിക്കാൻ കേട്ടോ വർഷ, എന്ന് വെച്ചാൽ കോമൺ മാൻ എന്നാണ് ഉദ്ദേശിച്ചെന്നുള്ള കാര്യം ശ്രീകാന്ത് പറയുന്നുണ്ട്. തുടർന്ന് സച്ചി പറയണേ, അച്ഛ, ഞാൻ ഇവിടെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് പറഞ്ഞു കഴിഞ്ഞാലും ഇവിടെ ചിലർക്ക് അത് തെറ്റായിട്ടാ തോന്നുന്നത്. എടാ സുധി, നിന്റെ അമ്മായിപ്പം പുറത്തു വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് നല്ല കൊളുത്തി കൊടുത്തിട്ട് സച്ചി അവിടെ എണീറ്റ് പോവാണേ. സച്ചി പോയി കഴിഞ്ഞതിന് ശേഷം ശ്രുതി പറയുന്നുണ്ട്, അവൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോണ്ടേ അമ്മേ, ശ്രുതിക്ക് വേണ്ടിയിട്ട് അമ്മ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്ക്. ഇല്ലടാ, അവൻ എന്തർത്ഥത്തിൽ പറഞ്ഞതാണെന്നുണ്ടെങ്കിലും അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്, എല്ലാം ശ്രുതി തന്നെ ചെയ്യണം, എന്നാൽ മാത്രമേ നമ്മൾ ചെയ്തതിനൊക്കെ ഫലം ഉണ്ടാവുള്ളൂ. നേരെ ശ്രുതിക്ക് അരികിലേക്ക് ചെന്നിട്ട്, ശ്രുതി, നീ ഭക്ഷണം ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ നോക്കുക എന്ന് പറയുമ്പോൾ ഞാനൊന്ന് ചോദിക്കുകയാണേ. അതെ, പരിഹാരത്തിന് ഒരു ഫലവും കുറയാൻ പാടില്ല, നീ വാ എന്ന് പറഞ്ഞ് ചന്ദ്രമതി ശ്രുതിയും കൂട്ടിയിട്ട് അടുക്കളയിലേക്ക് ചെല്ലുവാണേ. അങ്ങനെ അവൾ കഷ്ടപ്പെടുന്നത് കാണുമ്പോഴേക്കും നമ്മുടെ രേവതിക്ക് വിഷമാവാണ് കേട്ടോ. അച്ഛന്റെ അരികിലേക്ക് ചെന്ന് പറയുന്നുണ്ട്, അച്ഛ പാവാണ്, ഞാൻ വേണമെങ്കിൽ ചെന്നിട്ട് അവരെ ഹെൽപ്പ് ചെയ്യട്ടെ എന്നുള്ള കാര്യം പറയുമ്പോ, നീ ആദ്യം ഇവിടെ ഇരിക്കുന്ന് പറയണേ. അച്ഛ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ
രേവതി നീ ഇവിടെ ഇരിക്കേ, എല്ലാ ജോലിയും നീയല്ലേ ഇവിടെ ചെയ്യുന്നത്, അവർക്കെന്താ ചെയ്യാൻ വേണ്ടി പറ്റില്ലേ, ഒരു ദിവസം നീ റെസ്റ്റ് എടുക്കുന്ന പറയണേ അച്ഛൻ, എല്ലാം നിന്റെ നല്ലതിനാണ് പറയുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അടുക്കളയിലേക്ക് പോയിട്ട് നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് കേട്ടോ. ശ്രുതി നീ എന്താ നോക്കി നിൽക്കുന്നത് എന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുമ്പോ എനിക്ക് എന്താ ചെയ്യേണ്ടെന്നുള്ള കാര്യം അറിയില്ല എന്ന് പറയാണ്. അതും നീ പറഞ്ഞു തരണോ, ആദ്യം ഈ പാത്രമൊക്കെ എടുത്ത് കഴുകുന്നു പറയാണേ. അങ്ങനെ പാത്രം കഴുകാൻ വേണ്ടി പോകണ്ടിട്ട് ശ്രുതി പാത്രം കഴുകി കഴിഞ്ഞതിന് ശേഷം ആന്റി കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പറയാണ്. എല്ലാം ചന്ദ്രമതി അവിടെ നിന്ന് ചെയ്യിപ്പിക്കുന്നുണ്ടേ. കറിയിൽ ഉപ്പിടാൻ വേണ്ടി പോകുമ്പോഴേക്കും ഉപ്പ് ചേർക്കരുതെന്നല്ലേ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഉപ്പിന്റെ പാത്രം മേടിച്ച് വെക്കുകയാണ് കേട്ടോ. കറിയായി കഴിഞ്ഞതിന് ശേഷം അരി എടുത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴുകിയിട്ട് അതുണ്ടാക്കാനും അതുപോലെ തോരണ്ടാക്കാനും എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് അടുക്കളയിലെ എല്ലാ പണിയും നമ്മുടെ ശ്രുതിയെ കൊണ്ട് നിന്നും കണ്ട് ചന്ദ്രമതി ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ. തുടർന്ന് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. രേവതി കോലം വരയ്ക്കാൻ വേണ്ടി പോകുവാണ്. പക്ഷേ ചന്ദ്രമതി സമ്മതിക്കാതെ അവിടുന്ന് ഇപ്പൊ വരാ എന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് പോകുന്നുണ്ടേ. രവി അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് കോലം ഒന്നും വരച്ചിട്ടില്ല. എന്താ നീ മുറ്റൊന്നും കഴുകിയില്ല എന്നുള്ള കാര്യം രവി ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മുറ്റം രണ്ടാമത്തെ തവണയാണ് അച്ഛ കഴുകിയത്. കോലം വരയ്ക്കാൻ വേണ്ടി പോയപ്പോ എന്റെ അടുത്ത് ചെയ്യണ്ട എന്നും ഇപ്പൊ വരാ എന്ന് പറഞ്ഞിട്ട് അമ്മ ഉള്ളിലേക്ക് പോയി എന്ന് പറയുന്നുണ്ട്. ഓരോ ദിവസവും അവൾ ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ എന്ന് രവി ഇത് കേൾക്കുമ്പോ പറയണേ. അപ്പോഴേക്ക് സച്ചി അങ്ങോട്ടേക്ക് വന്നിട്ട് എന്താ അച്ഛാന്ന് ചോദിക്കുകയാണേ. അച്ഛൻ എന്താ വാക്കിങ്ങിന് പോയിട്ട് വരികയാണോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അതേന്ന് പറയുന്നുണ്ട്. നീ എന്താ സച്ചി നേരത്തെ പോകുന്നത്, അച്ഛ ഒരു ട്രിപ്പ് ഉണ്ട് പോയിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങും പോകുമ്പോ എടാ ഇതുവരെ അവള് കോലം പോലും വരച്ചിട്ട് എന്ന് പറയുമ്പോ രേവതി നീ ഇത്ര നേരമായിട്ട് എന്താ ചെയ്യുന്നത്, എന്താ വരയ്ക്കാത്തെന്ന് ചോദിക്കുമ്പോ ഞാൻ വരയ്ക്കാത്തതാണോ സച്ചേട്ടാ, അമ്മയാണ് എന്റെ അടുത്ത് വരയ്ക്കണ്ട എന്നുള്ള കാര്യം പറഞ്ഞത്. അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയെ എണീപ്പിച്ചിട്ട് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ആന്റി എനിക്ക് ഉറക്കം വരുന്നെന്ന് പറയുമ്പോ ഇനി നേരം വെളുത്തിട്ട് എന്ത് ഉറക്കമാണ്. ചന്ദ്രമതി ശ്രുതിയും കൂട്ടി വരുന്ന സമയത്ത് സച്ചി വെക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്താ രേവതിയുടെ അടുത്ത് കോലം വരയ്ക്കണ്ട എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞത്, അവള് കോലം വരച്ചിട്ട് വേണം ഞങ്ങൾക്കൊക്കെ പുറത്തേക്ക് പോയെന്നുള്ള കാര്യം ചോദിക്കുമ്പോ നീ എന്താടാ റണ്ണിങ് റേസിന് മറ്റാണ് പോകുന്നത്, അവള് കോലം വരച്ചിട്ട് നിനക്ക് ഓടിപ്പോവാൻ വേണ്ടിയിട്ട്. രേവതി മുറ്റം തളിച്ച് കോലം തെളിച്ചതിന് ശേഷം പുറത്ത് പോയാൽ മതി എന്നുള്ള കാര്യം അച്ഛനാണ് പറഞ്ഞിരിക്കുന്നത്. ചന്ദ്രേ നീ എന്തിനാ ഇപ്പോ രേവതിയുടെ അടുത്ത് കോലം വരയ്ക്കണ്ട എന്ന് പറഞ്ഞത് തടുത്തു നിർത്തിയത്. പിന്നെ അവള് വലിയൊരു കോലം വരയ്ക്കല് 10 പുള്ളി വരച്ച് അങ്ങോട്ടും കൂടെ ആക്കി വെക്കും. ഇന്ന് ശ്രുതിയാണ് കോലം വരയ്ക്കാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ആരും ഞാനോ എന്ന് ചോദിക്കുകയാണ്. ശ്രുതി കണ്ടില്ലേ, ഇത് പൗഡർ ഇടത്തേക്ക് തന്നെ ഷോക്കായിട്ട് നിൽക്കുവാണ്. അച്ഛ എന്തിനാ ഇവര് രാവിലെ തന്നെ കോമഡി കളിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രുതി അവനെ വിട്ടേക്ക്, നീ പോയിട്ട് കോലം വരയ്ക്കുക എന്നുള്ള കാര്യം ചന്ദ്രമതി പറയാണ്. ആന്റി എനിക്ക് അറിയില്ല എന്ന് ശ്രുതി പറയുമ്പോ ശ്രുതി പറയുന്നുണ്ടേ അമ്മ അവള് ബ്യൂട്ടീഷ്യനാണ്, അവളുടെ അടുത്ത് എന്തിനാ കോലം വരയ്ക്കാൻ വേണ്ടി പറയുന്നത്. എടാ എന്ന് കരുതിയിട്ട് പോകുന്നവരും വരുന്നവരെയൊക്കെ പോയിട്ട് മേക്കപ്പ് ഇടാൻ വേണ്ടി പറ്റുമെന്ന് ചോദിക്കുകയാണ് സച്ചി. അമ്മേ സമയാവുന്നു, ഞാൻ തന്നെ കോലം വരയ്ക്കട്ടെ എന്ന് രേവതി ചോദിക്കുമ്പോ അതിന്റെ ഒന്നും ആവശ്യമില്ല. ശ്രുതി നീ വ്രതം എടുക്കുന്ന അത്രയും നാള് നീ തന്നെ വേണം കോലം വരയ്ക്കാൻ, എന്നാ മാത്രമേ വ്രതം ഫലിക്കുള്ളൂ. നിന്റെ അച്ഛൻ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരണ്ടേ, അതുകൊണ്ട് ഇത് ചെയ്തേ പറ്റൂ എന്ന് പറയാണ് ചന്ദ്ര. അങ്ങനെ ചന്ദ്രമതി വീണ്ടും നിർബന്ധിക്കാണ്. നീ അവളുടെ കയ്യിൽ നിന്ന് ആ കോലത്തിന്റെ പൊടി മേടിക്കുക എന്ന് പറഞ്ഞിട്ട് ആന്റി എനിക്കിതൊന്നും വരച്ച് ശരിയാവില്ല എന്ന് പറയുമ്പോ നിനക്ക് എന്താണ് പറ്റാന്ന് വെച്ചാൽ അത് ചെയ്താൽ മതി, അല്ലാതെ ഇവള് നിന്നെ വെറുതെ വിടില്ല എന്നുള്ള കാര്യം രവി പറയുന്നുണ്ട്. അങ്ങനെ ഒരു നിവൃത്തിയില്ലാതെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ രേവതിയുടെ കയ്യിൽ നിന്ന് പൊടി മേടിച്ചിട്ട് പോയിട്ട് കുറേ എടുത്ത് വെക്കുകയാണ്. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട് അയ്യോ ഇത്രയും പൊടിയൊന്നും ഇടാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം അവൾക്കെല്ലാം അറിയാം, നീ ചുമ്മാ ഇരിക്കുന്നു പറയാണ് ചന്ദ്രമതി. അയ്യോ അയ്യോ എന്നൊക്കെ പറയുന്നുണ്ട് രേവതി അവൾ എന്താ ചെയ്യാന്നുള്ള കാര്യം നോക്കാൻ നീ മിണ്ടാതിരിക്കുക. ശ്രുതി പൊടി വെച്ച് കാണിക്കുന്നത് കാണുമ്പോ രവി ഇങ്ങനെ ചന്ദ്രമതിനെ നോക്കുന്നുണ്ട് കേട്ടോ. ചന്ദ്രമതി ആകെ എന്തോ പോലെ ആവാണ്. ശ്രുതി എന്തോ ചെയ്യുന്നുള്ള മട്ടിലാണ് ചന്ദ്രമതിയുടെ നിപ്പല്ലോ. ഒന്നും ചെയ്യുന്നില്ല എന്ന് കാണുമ്പോഴാണ് രവി നോക്കുന്നത്. ചന്ദ്രമതി ആകെ ചമ്മുന്നുണ്ട്. അച്ഛ രേവതി ദിവസവും വരയ്ക്കുന്നത് കോലവും പൗഡറെത്തി ഇടുന്നത് അലങ്കോലവും. നിക്കടാ അവളെല്ലാം അറിഞ്ഞിട്ടല്ലേ ഇടുന്നത് എന്ന് കളിയാക്കുന്ന രീതി രവി പറയുന്നുണ്ട് കേട്ടോ. ശ്രുതി എന്താ നീ ഇതുപോലും ശരിക്ക് ചെയ്യാത്തത്, നീ പുള്ളി എടുത്ത് വെക്ക്, അപ്പൊ താനേ കോലം വരും, ഇത് അവിടെ ഉള്ളതൊക്കെ ശരിയാക്കുന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും കേട്ടിട്ട് ശ്രുതിക്ക് എന്താ ചെയ്യേണ്ടെന്നുള്ള കാര്യമൊന്നും അറിയില്ല കേട്ടോ. കുറെ സ്ഥലത്ത് ഇങ്ങനെ കുറച്ച് മാവ് വെച്ചിട്ടുണ്ട്. ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കാണുമ്പോൾ സച്ചി പറയുന്നുണ്ട് എന്താടാ നോക്കി നിൽക്കുന്നത്, പോയിട്ട് അവളെ ഹെൽപ്പ് ചെയ്യ്, നിന്റെ അമ്മായിയപ്പൻ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരണ്ടേ. കൂൾ ശ്രുതി, ഞാൻ വന്ന് നിന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ശ്രുതി ചെന്നിട്ട് നല്ല മാവൊക്കെ മേടിച്ചിട്ട് അങ്ങോട്ട് കൊണ്ട് എന്തൊക്കെയോ ആക്കുന്നുണ്ട്. ഏത് പുള്ളിയിൽ തുടങ്ങിയിട്ട് എവിടെ അവസാനിപ്പിക്കണം എന്ന് ആലോചിക്കുകയാണ് ശ്രുതി. ഇതെന്താ ലൈൻ സ്ട്രെയിറ്റ് ആയിട്ട് വരാതെ, ഞാൻ പോയിട്ട് സ്കെയിൽ എടുത്തിട്ട് വന്നാലോ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോ നീ ജോമെട്രി ബോക്സ് മൊത്തം എടുത്തിട്ട് വാ, എന്നിട്ട് കോലം വരയ്ക്ക്. കോലം വരയ്ക്കാൻ അറിയില്ല എന്നുള്ള കാര്യം അവൻ പുച്ഛിച്ച് പറയുന്നത് കണ്ടില്ലേ. അങ്ങനെ അവര് കഷ്ടപ്പെടുന്നത് കാണുമ്പോഴേക്ക് രേവതിക്ക് വീണ്ടും സിമ്പതി വരാണ്.
അമ്മേ അവര് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്, ഞാൻ പെട്ടെന്ന് തന്നെ വരച്ച് തീർക്കട്ടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിന്റെ അടുത്ത് ആരാ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്? രേവതി നീ വിട്, നീ വരയ്ക്കുന്ന കോലം എല്ലാ ദിവസവും ഈ സ്ട്രീറ്റിലുള്ള ആൾക്കാരൊക്കെ കാണുന്നതാണ്. എന്നാ ഇന്ന് പൗഡർ എടുത്ത് വരയ്ക്കുന്ന കോലം കണ്ടാല് ഉറപ്പായിട്ടും ദൃഷ്ടിദോഷം മാറി എന്നുള്ള കാര്യം എല്ലാവരും പറയും. എന്താണ് ശ്രുതി നീ കാണിക്കുന്നത്? ശ്രുതിയുടെ കയ്യിലേക്ക് കോലപ്പൊടി കൊടുക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രമതി പറയുമ്പോൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത മട്ടിൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് സച്ചി പറയുന്നുണ്ട്, ഇന്നെന്തായാലും ഇതൊന്നും നടപടിയാവും തോന്നുന്നില്ല അച്ഛാ, ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ട്രിപ്പിന് പോവാണ് കേട്ടോ സച്ചി. അങ്ങനെ കോലത്തിന്റെ പേരും പറഞ്ഞ് എന്തൊക്കെയോ ചിത്രമൊക്കെ വരച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ശ്രീകാന്തും വർഷയും കൂടി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആണ്, പൂരിയും ബജിയാണ് കേട്ടോ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ചേച്ചി സൂപ്പർ ആയിട്ടുണ്ട്, എനിക്ക് ഒരെണ്ണം കൂടി തായി എന്നുള്ള കാര്യം വർഷ പറയുന്നുണ്ട്. അങ്ങനെ ബജ്ജിയൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ശ്രീകാന്ത് പറയുന്നത്, ചേച്ചി ഞാൻ ഒരുപാട് സ്ഥലത്ത് നിന്ന് പൂരിയും കിഴങ്ങും കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ചേച്ചി ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റിൽ കഴിച്ചിട്ടേ ഇല്ല. ചുമ്മാ പറയില്ലേ ശ്രീകാന്ത് എന്നുള്ള കാര്യം പറയുമ്പോൾ ചേച്ചി ഞാൻ സത്യമായിട്ട് പറഞ്ഞതാണ്. അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, ഇവന് പകരം ചേച്ചിയായിരുന്നു ഷെഫായെന്ന് വെച്ചാല് ചേച്ചിക്ക് ഒരുപാട് സമ്പാദിക്കായിരുന്നു. ആര് സമ്പാദിക്കുന്ന കാര്യത്തെക്കുറിച്ചാണെന്നുള്ള കാര്യം പറയുന്ന കാര്യം ചോദിച്ചുകൊണ്ട് നമ്മുടെ ചന്ദ്രവതി അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. ആന്റി രേവതി ചേച്ചിയുടെ കുക്കിങ്ങിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ചേച്ചി സ്വന്തമായിട്ട് റെസ്റ്റോറന്റ് ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നന്നായിട്ട് സമ്പാദിക്കാം. ആര്? ഇവളോ? ഇപ്പൊ ഇവള് വണ്ടിയിൽ വിൽക്കാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ. അങ്ങനെ തന്നെ വീട് വീട് കയറിയിട്ട് പോയിട്ട് ഭക്ഷണം വിൽക്കാൻ വേണ്ടി പറ. അതും നല്ല ബിസിനസ് ആണല്ലോ ആന്റി. ഡോർ ഡെലിവറി മാത്രമേ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുക്കാം. പക്ഷെ നീ എന്തൊക്കെയായി പറയുന്നത്? ഇതിനെ കുറിച്ച് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് അവളുടെ ഭർത്താവ് അതിനും വേറെ വണ്ടി മേടിച്ചു കൊടുക്കും. അങ്ങനെ ചന്ദ്രമതിക്ക് പൂരി വിളമ്പി കൊടുക്കുമ്പോൾ എനിക്കെടുത്ത് കഴിക്കാൻ അറിയാന്നൊക്കെ പറയാണ് കേട്ടോ രേവതിയുടെ അടുത്ത്. തുടർന്ന് രവി വന്നിരിക്കുന്നുണ്ട്. അച്ഛാ ഇരിക്കെന്ന് പറഞ്ഞിട്ട് വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ. ഇന്ന് പൂരിയാണോ എന്നുള്ള കാര്യം രവി ചോദിക്കുമ്പോൾ അതെ അങ്കിൾ, പൂരി നല്ല സൂപ്പർ ആയിട്ടുണ്ടെന്നുള്ള കാര്യം വർഷ പറയാണ്. എന്റെ അമ്മ പോലും ഇത്രയും ടേസ്റ്റ് ആയിട്ട് കഴിച്ചിട്ടില്ല, അതാണ് രേവതിയുടെ കൈപ്പുണ്യം എന്ന് രവി പറയാണേ. എന്താ അവള് കൈ വെട്ടിയിട്ടാണോ പൂരി ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുകയാണേ. ചുമ്മാ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും. അവളെ പുകഴ്ത്തുന്ന കേട്ടുകഴിഞ്ഞാൽ നിനക്കല്ലെങ്കിൽ സഹിക്കില്ലല്ലോ ചന്ദ്രേ. അത് കഴിഞ്ഞിട്ടാണ് ശ്രുതി അതുപോലെ ശ്രുതിയും കൂടി പുറത്തേക്ക് വരുന്നത് കേട്ടോ. എന്താ എല്ലാവരും കഴിക്കാൻ തുടങ്ങിയോ? എന്നെ വിളിച്ചില്ലല്ലോ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്ന സമയത്ത് എന്താ എല്ലാവരെയും ഇനി ഭക്ഷണത്തിന് മടിയടിച്ചിട്ട് വേണോ വിളിക്കാൻ വേണ്ടിയിട്ട്? വന്ന് കഴിക്കടാ എന്ന് പറയുന്നുണ്ട് രവി. തുടർന്ന് രാവിലത്തെ ട്രിപ്പ് കഴിഞ്ഞിട്ട് സച്ചി എത്തുന്നുണ്ട് കേട്ടോ. പൂരി മസാലയുടെ സ്മെല്ല് രേവതി അങ്ങ് പുറത്തടിക്കുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം പറയുമ്പോ വാ സച്ചേട്ടൻ വന്ന് ഇരിക്കുന്നു പറയാണേ. അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ പൂരി എടുത്തിട്ട് പ്ലേറ്റിൽ വെക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും സ്റ്റോപ്പ് 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 എന്ന് പറയാണ് കേട്ടോ സച്ചി. ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, സച്ചേട്ടാ ഇതാ ഇവിടെ വണ്ടി എന്തെങ്കിലും ഓടുന്നുണ്ടോ? സ്റ്റോപ്പ് സ്റ്റോപ്പ് എന്ന് പറയുന്നു. എടാ ഇത് എന്തൊരു അന്യായമാണ്, പൂരി കഴിക്കുന്നതിൽ എന്ത് അന്യായം എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോ ബാക്കിയുള്ളവരെ കഴിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല, എന്നാ പൗഡർ എടുത്ത് എന്താ കഴിക്കുന്നത്? അവർക്ക് വ്രതമല്ലേ? അതെ ചേച്ചി, വൈകുന്നേരത്തെ ഭക്ഷണം മാത്രമേ കഴിക്കാൻ വേണ്ടി പാടുള്ളൂ എന്നുള്ള കാര്യത്തെ കുറിച്ചല്ലേ പറഞ്ഞെന്ന് വർഷ ചോദിക്കുകയാണേ. അതെ ഞാൻ മറന്നുപോയി. എന്താ ശ്രുതി നീയും വന്നിരുന്നു? എഴുന്നേക്കെന്ന് പറഞ്ഞിട്ട് എണീപ്പിക്കാണ് കേട്ടോ ചന്ദ്രമതി. അങ്ങനെ സച്ചിയാണല്ലോ കൊണപ്പിച്ചത്. അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. എന്തിനാ പൗഡർ എടുത്ത് എന്നെ നോക്കി പേടിപ്പിക്കുന്നത്? പൗഡർ എടുത്തിട്ട് അച്ഛൻ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരണ്ടേ? സാമിക്കോമോ ഏൽക്കരുതെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ അച്ഛാ. അത് ശരി തന്നെയാണ്, പരിഹാരം ചെയ്തിട്ട് ഫലമില്ലാത്ത പോലെ ആയിപ്പോവും. എണീക്കെന്ന് പറഞ്ഞിട്ട് വീഡിയോ എണീപ്പിക്കുകയാണ്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ എണീക്കാതെ അവിടെ തന്നെ ഇങ്ങനെ മടിച്ചിരിക്കുന്ന സമയത്ത് രവി പറയുന്നുണ്ട്, ചന്ദ്രേ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നവരെ പാതിയിൽ എണീപ്പിച്ച് വിടാൻ വേണ്ടി പാടില്ല. അയ്യോ രവിയേട്ട അത് ദൈവകോപാവും. ഇത് കേൾക്കുമ്പോ അമ്മയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സച്ചിൻ പറയുന്നുണ്ട് കേട്ടോ. അതെ അച്ഛാ സത്യം തന്നെയാണ്. ഇനി ഒരു പക്ഷെ ഫലം വരാതെ ഒരുപാട് വർഷം ചിലപ്പം ശ്രുതിയുടെ അച്ഛനെ ജയിലിൽ വെച്ചെന്ന് വരും. നീ എണീക്ക് ശ്രുതി എന്ന് പറഞ്ഞിട്ട് വീണ്ടും പറയാനുണ്ട് ചന്ദ്രൻ. ആദ്യം പോയിട്ട് കൈ കഴുക്. അങ്ങനെ ശ്രുതി ഗതികേടോണ്ട് എണീക്കാണ് കേട്ടോ. പോയിട്ട് കൈ കഴുകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ശ്രുതി ഞാൻ നിനക്ക് ഉപ്പില്ലാതെ കഞ്ഞി ഉണ്ടാക്കി തരട്ടെ എന്നുള്ള കാര്യം രേവതി പറയുമ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട്, ഏയ് അതും അവര് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ദൈവകോപം കിട്ടും എന്നുള്ള കാര്യമാണ് അമ്മ പറഞ്ഞെന്നുള്ള കാര്യം പറയുമ്പോ അതേ ശ്രുതി നീ ഭക്ഷണത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കുക എന്നുള്ള കാര്യം ചന്ദ്രമതി പറയുമ്പോ വേണ്ട ആന്റി, ഞാൻ രാവിലെ മുതൽ തന്നെ വ്രതം ഇരുന്നോളാം, എനിക്ക് വിശക്കുന്നില്ല. ശരി ശ്രുതി, എന്നാലും ഞാൻ കഴിച്ചിട്ട് വരാം എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോ എടാ നിക്കടാ, എന്താ എനിക്ക് വ്രതമൊന്നും ഇല്ല എന്നുള്ള കാര്യം ശ്രുതി പറയുന്നുണ്ട് കേട്ടോ. എടാ ഭാര്യയും ഭർത്താവും ആവുന്ന സമയത്ത് കഷ്ടതയാണെങ്കിലും സുഖമാണെന്നുണ്ടെങ്കിലും പാതി പാതി ഷെയർ ചെയ്യണമെന്നുള്ള കാര്യമല്ലേ അച്ഛ എപ്പോഴും അച്ഛമ്മ പറയാറെന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതെ അത് ശരി തന്നെയാണെന്ന് രവി. പൗഡർ എടുത്ത് ഭക്ഷണം കഴിക്കാതെ വ്രതം എടുക്കുവാണ്. അപ്പൊ ഇവൻ എങ്ങനെയാ കഴിക്കുക? എടാ എനിക്ക് വിശക്കുന്നുണ്ടെടാ എന്ന് ശ്രുതി പറയുമ്പോ ആയിക്കോട്ടെ എടാ, സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് വിശപ്പ് പോലെ നീ സഹിക്കില്ലേ? രേവതി ഞാനിപ്പോ വ്രതം എടുക്കാൻ വേണ്ടി പോവാണെന്ന് പറയുമ്പോ എന്ത് നിങ്ങളും വ്രതം എടുക്കുകയാണോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് രേവതി. ഞാനൊരു ഉദാഹരണത്തിന് പറയാണ്, ഞാൻ വ്രതം എടുത്തിട്ട് ഭക്ഷണം കഴിക്കാണ്ടിരിക്കും
കഴിക്കുവാണെന്നുണ്ടെങ്കിൽ നീ കഴിക്കുമെന്നുള്ള കാര്യം രേവതിയുടെ അടുത്ത് ചോദിക്കുമ്പോ അതെങ്ങനെയാ ഞാൻ കഴിക്കുക? നിങ്ങൾ കഴിക്കുമ്പോഴല്ലേ ഞാനും കഴിക്കുള്ളൂ. നീ വ്രതം ഇരിക്കുന്ന സമയത്ത് ഞാനും കഴിക്കില്ലല്ലോ. അതെ, അത് ശരിയാണ്. ഞാൻ വെള്ളിയും ശനിയൊക്കെ വ്രതം ഇടുന്ന സമയത്ത് സച്ചിയേട്ടനും എന്റെ കൂടെ ഭക്ഷണം കഴിക്കാതല്ലേ ഇരുന്നത്. അടുത്തത് ശ്രീകാന്തിന്റെ അടുത്ത് ചോദിക്കണേ സച്ചി. ശ്രീകാന്തെ, നിന്റെ ഭാര്യ വ്രതം എടുക്കുന്ന സമയത്ത് നീ കഴിക്കോ എന്നുള്ള കാര്യം അതെങ്ങനെയാണ് വർഷ കഴിക്കാതെ ഞാൻ കഴിക്കുന്നത്? തുടർന്ന് വർഷയുടെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് വർഷ അറിയുന്നുണ്ട്, എനിക്ക് വിശന്ന് കഴിഞ്ഞാൽ ഞാൻ കഴിക്കും. എടി പാവി, നീ എനിക്ക് വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കാണ്ട് പോലും ഇരിക്കില്ല എന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുമ്പോ അത്രയേ ഉള്ളൂ സ്നേഹം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സ്നേഹമൊക്കെ ഒരുപാടുണ്ട്, പക്ഷേ വയറ് വേറെ വേറെ അല്ലേ. ഇത് കേൾക്കുമ്പോൾ ശ്രുതിയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതി പറയുന്നുണ്ട് കേട്ടോ. കറക്റ്റ് ആയിട്ടാണ് വർഷ പറഞ്ഞത്. നമുക്ക് വിശന്ന് കഴിഞ്ഞാൽ നമ്മൾ തന്നെ കഴിക്കാം. എടാ, ഭാര്യ കഴിക്കാതിരിക്കുന്ന സമയത്ത് നിനക്ക് മാത്രം എങ്ങനെയാ കഴിക്കാൻ തോന്നുന്നു സച്ചി? അന്ന് അമ്മ ഭക്ഷണം കഴിക്കുന്നില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോ അച്ഛനും കഴിക്കാണ്ടിരുന്നില്ലേ? 1000 പ്രശ്നം ഉണ്ടെങ്കിലും അമ്മ കഴിച്ചിട്ടില്ലെങ്കിൽ അച്ഛൻ കഴിക്കൂ. അതാണ് അച്ഛനും അമ്മയും. അല്ലേ അച്ഛ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ചന്ദ്രമതിയും അതുപോലെ രവിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുവാണേ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോ നിന്റെ അമ്മയപ്പം പുറത്ത് വരണമെന്നുണ്ടെങ്കിൽ പൗഡർ എടുത്തിന്റെ കൂടെ നീയും വ്രതം എടുക്കണം. എടാ, അവൻ കഴിച്ചിട്ട് പോട്ടെ എന്നുള്ള കാര്യം രവി പറയുന്നുണ്ട് കേട്ടോ. കാരണം സച്ചി ചുമ്മാ വെറുതെ ഓരോരോ കിട്ടിയ അവസരം ഉപയോഗിക്കുന്ന അത്രേ ഉള്ളൂ. ഏയ് ഒന്നുമില്ല അച്ഛാ, ഞാനിത്രേ ഉദ്ദേശിച്ചുള്ളൂ. ഇനിയിപ്പോ പൗഡർ എടുത്ത് വ്രതം എടുക്കുന്ന സമയത്ത് ഇവൻ ഭക്ഷണം കഴിച്ചിട്ട് ഫലം കിട്ടാതെ പോയാലോ? ഒരു പക്ഷെ പൗഡർ എടുത്തിട്ട് അച്ഛൻ ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്നില്ലെങ്കിലോ? അത്രേ ഞാൻ പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് കഴിക്കാൻ തുടങ്ങുമ്പോഴേക്കും ചന്ദ്രപതി ആണെങ്കിൽ എടാ നീ കഴിക്കണ്ട എന്ന് പറഞ്ഞിട്ട് പൂരിയുടെ പ്ലേറ്റ് എടുത്തിട്ട് മാറ്റുകയാണ് കേട്ടോ സുധീയുടെ അടുത്ത് നിന്ന്. അമ്മ വേണ്ട എന്ന് പറഞ്ഞിട്ട് പിടിച്ചു വലിക്കുന്ന സമയത്ത് നിന്റെ അമ്മയപ്പന് വേണ്ടിയിട്ട് നീയും വ്രതം എടുത്തു കഴിഞ്ഞാൽ ഫലം കൂടുതലായിട്ട് കിട്ടും എന്ന് പറഞ്ഞിട്ട് പൂരിന്റെ പാത്രം പിടിച്ചു വെക്കാണ് കേട്ടോ. തുടർന്ന് സച്ചിയാണെങ്കിൽ പൂരി കഴിച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ, അച്ഛാ പൂരി മസാല ഇന്ന് നല്ല സൂപ്പർ ആയിട്ടുണ്ടല്ലേ എന്നുള്ള കാര്യം സുധിയെ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ടേ. അത് ഇന്നാണെങ്കിൽ മസാലയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. രേവതി സൂപ്പർ ആയിട്ടുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ ശ്രുതി പറയുന്നുണ്ട്, ആന്റി ഞങ്ങൾ പോവാണ് എന്നുള്ള കാര്യത്തെ കുറിച്ച്. ആ പോയിക്കോ, പക്ഷെ പുറത്തുനിന്നൊന്നും കഴിക്കാൻ നിൽക്കണ്ട, വൈകുന്നേരം നേരത്തെ വരണം, എന്നിട്ട് അമ്പലത്തിൽ പോയിട്ട് ശയന പ്രദക്ഷിണം ചെയ്യണമെന്നൊക്കെ പറയാൻ കേട്ടോ. ഇതെല്ലാം കണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കാണ്. ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്. ശ്രുതിക്ക് പണി കൊടുക്കാൻ കിട്ടിയ നല്ല അവസരം നമ്മുടെ സച്ചി ഉപയോഗിക്കാണ് കേട്ടോ. സച്ചിയുടെ ഈ രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ.